ഹലോ മക്കളെ, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികൾക്കായിട്ടുള്ള കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരാവുന്ന ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ആ ഒരു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇൻപുട്ട് ആൻഡ് ഇൻറ്റിജർ നമ്പർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് എ പാലിൻഡ്രോം. അതായത് ഒരു ഇൻറ്റിജർ നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യുക, അതിനുശേഷം അത് പാലിൻഡ്രോം ആണോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ഇതെല്ലാം പാലിൻഡ്രോം നമ്പേഴ്സ് ആണ്. അതായത് 1 to 1. ഈ നമ്പർ റിവേഴ്സ് ചെയ്ത് വായിച്ചാലും സെയിം നമ്പർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. 1 to 1 1 to 1 1 2 2 1. തിരിച്ചു വായിച്ചാൽ എങ്ങനെയാ 1 2 2 1. ഫോർ എക്സാമ്പിൾ 1 2 3 2 1. തിരിച്ചു വായിച്ചാൽ എങ്ങനെയാ 1 2 3 2 1. സെയിം നമ്പർ തന്നെയാണ് നമുക്ക് റിവേഴ്സ് ചെയ്ത് വായിച്ചാലും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ സോഴ്സ് കോഡ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹെഡർ ഫയൽസ് എഴുതുന്നു. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്. ഇവിടെ ഹെഡർ ഫയൽസ് എഴുതുന്നതെല്ലാം വളരെ കൃത്യമായിരിക്കണം. യൂസിങ് നെയിം സ്പേസ് STD കഴിഞ്ഞതിന് ശേഷം ഒരു സെമിക്കോളൻ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ നെയിം സ്പേസ് ഒരുമിച്ചാണ് എഴുതേണ്ടത്. ഇതിന്റെ സ്പെല്ലിംഗ് എല്ലാം വളരെ കൃത്യമായിട്ടിരിക്കണം. ഇനി മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഓപ്പൺ ബ്രേസസ് ഇവിടെ കാണുന്നുണ്ടല്ലേ. ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ അത് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈൽ ലൂപ്പ് ആണ്. ഇനി നമ്മളൊരു ഡിക്ലറേഷൻ നോക്കാം. ഇവിടെ 4 ഡിജിറ്റ്സ് 4 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് നം റിവേഴ്സ് ഈക്വൽ ടു 0 ഒറിജിനൽ ഡിജിറ്റ്. ഇവിടെ നം എന്ന് പറയുന്ന വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്യണം അല്ലേ. ഈ നമ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാലിൻഡ്രോം ആണോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലേ. ആ നമ്പർ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നം എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എൻ്റർ എ നമ്പർ സെമിക്കോളൻ. നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുന്നു. ആ നമ്പർ എവിടെയാണ് സേവ് ചെയ്യുന്നത്? നം എന്ന് പറയുന്ന വേരിയബിൾ. ഇൻപുട്ട് ഓപ്പറേറ്റർ നം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്തിരിക്കുന്ന ഒറിജിനൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മിന്റെ വാല്യൂ കോപ്പി ചെയ്തിരുന്നു അല്ലെ. ഒറിജിനൽ ഈക്വൽ ടു നം എന്ന് പറയുമ്പോൾ ഇപ്പൊ നം എന്ന് പറയുന്ന വേരിയബിളിൽ ഏത് വാല്യൂ ആണ് ഉള്ളത് അതിപ്പോ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഒറിജിനൽ എന്ന വേരിയബിളിൽ കൂടി ഉണ്ടായിരിക്കും. വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ പ്രോഗ്രാം മനസ്സിലാകുന്നതിന് വേണ്ടി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ നം എന്ന് പറയുന്ന ടേബിൾ ഡിക്ലെയർ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഈ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നത് 121 അതായത് 121 എന്ന് പറയുന്ന വാല്യൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒറിജിനൽ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമുക്കറിയാം ഇവിടെ ഒറിജിനൽ ഈക്വൽ ടു നം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത 121 എന്ന് പറയുന്ന നമ്പർ ഒറിജിനൽ എന്ന നമ്പറിലേക്ക് കൊടുക്കുകയാണ്. ഒറിജിനൽ ഈക്വൽ ടു 121. അതുപോലെ തന്നെ റിവേഴ്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ ഓരോ പ്രാവശ്യവും വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? വൈൽ നം ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നമ്മിന്റെ വാല്യൂ 121 ആണ്. വൈൽ 121 ഗ്രേറ്റർ ദാൻ 0 അല്ലേ. 121 ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. കണ്ടീഷൻ ട്രൂ ആണല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ലൂപ്പിന്റെ അകത്തേക്ക് കയറും. ദെൻ എന്താ സംഭവിക്കുന്നത്? ഡിജിറ്റ് ഈക്വൽ ടു നം മോഡ് 10. ഇവിടെ മോഡ് ഓപ്പറേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്പറിനെ 10 വെച്ച്, അതായത് നം എന്ന് പറയുന്ന വാല്യൂവിനെ 10 വെച്ച് ഡിവിഷൻ നടത്തി അതിന്റെ റിമൈൻഡർ ആണ് ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സേവ് ആകുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ 121 മോഡ് 10, അതായത് 121 എന്ന നമ്പറിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ 1 ആണ് റിമൈൻഡർ ആയിട്ട് ലഭിക്കുന്നത്. ശിഷ്ടമായിട്ട് ലഭിക്കുന്നത് 1 ആണ്. അതെവിടെയാ സേവ് ചെയ്യുന്നത്? ഡിജിറ്റ് എന്ന വേരിയബിളിലേക്ക് എടുത്തു. അടുത്തത് റിവേഴ്സ്ഡ് ഈക്വൽ ടു റിവേഴ്സ്ഡ് ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റ്. ഇവിടെ അറിയാം റിവേഴ്സ്ഡിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി 0 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിവേഴ്സ്ഡിന്റെ വാല്യൂ 0 ആയിട്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ലോജിക്ക് മാറിപ്പോകും. ഓക്കെ, ഇപ്പോൾ റിവേഴ്സ്ഡ് ഈക്വൽ ടു റിവേഴ്സ്ഡ് ഇൻറ്റു 10 പ്ലസ് 1. റിവേഴ്സ്ഡിന്റെ വാല്യൂ 0 ആണ്. 0 ഇൻറ്റു 10 പ്ലസ് 1 എന്താ ലഭിക്കുന്നത്? 0 ഇൻറ്റു 10 0 0 പ്ലസ് 1 ഈക്വൽ ടു 1. ഇപ്പോൾ റിവേഴ്സ്ഡിന്റെ വാല്യൂ നമുക്ക് ലഭിച്ചു. അടുത്തത് എന്താ? നം ഡിവൈഡ് ഈക്വൽ ടു 10, അതായത് നം എന്ന് പറയുന്ന വാല്യൂവിനെ 10 വെച്ച് ഡിവിഷൻ നടത്തി അതിന്റെ ആൻസർ ആണ് നമ്മിലേക്ക് സേവ് ചെയ്യുക. അപ്പോൾ നം ഈക്വൽ ടു 121 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ അതായത് ഈ ഒരു വൈൽ ലൂപ്പ് കഴിയുമ്പോഴേക്കും നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വാല്യൂ എന്തായിരിക്കും? നം എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 12 ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വൈൽ ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്ററേഷൻ കഴിഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് ഐറ്ററേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ഐറ്ററേഷനിലേക്ക് നമുക്കറിയാം നമ്മിന്റെ വാല്യൂ എന്തായിട്ട് മാറിയിട്ടുണ്ട്? 12 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ വൈൽ 12 ഗ്രേറ്റർ ദാൻ 0, 12 0യിലെക്കാളും വലുതാണല്ലോ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ട്രൂ അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? വൈൽ ലൂപ്പിന്റെ അകത്തേക്ക് കയറും. വീണ്ടും നേരത്തെ നടന്ന പ്രോസസ്സ് തന്നെ ആവർത്തിക്കും. ഡിജിറ്റ് ഈക്വൽ ടു നം മോഡ് 10, അതായത്
12നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് അതിന്റെ ശിഷ്ടം, അതിന്റെ റിമൈൻഡർ ആണ് ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സേവ് ആകുന്നത്. ഡിജിറ്റ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എന്താ വരുന്നത്? റിവേഴ്സ്ഡ് ഈക്വൽ ടു റിവേഴ്സ്ഡ് ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റ്. ഓൾറെഡി റിവേഴ്സ്ഡിന്റെ വാല്യൂ ഫസ്റ്റത്തെ ഐറ്ററേഷൻ കഴിഞ്ഞപ്പോൾ 1 ആയി മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 10 പ്ലസ് 2 നമുക്ക് എന്താ ലഭിക്കുന്നത്? 12. അപ്പോൾ റിവേഴ്സ്ഡ് ഈക്വൽ ടു 12 എന്ന് വന്നു. വീണ്ടും നം ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10. നമ്മിന്റെ വാല്യൂ എന്താ? 12. 12 ഡിവൈഡഡ് ബൈ 10 നമുക്ക് എന്താ ആൻസർ ലഭിക്കുന്നത്? 1. 12നെ 10 വെച്ച് ഡിവിഷൻ ചെയ്ത് എന്താ കിട്ടുന്നത്? 1. അപ്പോൾ സെക്കൻഡ് ഐറ്ററേഷൻ കഴിഞ്ഞപ്പോൾ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആയിട്ടുണ്ട്, റിവേഴ്സ്ഡിലെ വാല്യൂ 12 ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി തേർഡ് ഐറ്ററേഷൻ വൈൽ 1 ഗ്രേറ്റർ ദാൻ 0. 1 എങ്ങനെയാ വന്നത് മനസ്സിലായല്ലോ? നം ഈക്വൽ ടു 1 ആയി, ദെൻ 1 ഗ്രേറ്റർ ദാൻ 0 ആയാണ്, നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ്. ഡിജിറ്റ് ഈക്വൽ ടു 1 mod 10 ഈക്വൽ ടു 1. 1നെ 10 വെച്ച് ഡിവൈഡ് ചെയ്തതിന്റെ റിമൈൻഡർ എന്താ? 1 ആണ് കിട്ടുന്നത്. 1 mod 10 ഓൾവേസ് 1 ആണ്. ഡിജിറ്റ് ഈക്വൽ ടു 1 എന്ന് വന്നു. റിവേഴ്സ്ഡ് ഈക്വൽ ടു എന്താ? 12 ഇൻറ്റു 10 പ്ലസ് 1. കാരണം സെക്കൻഡ് ഐറ്ററേഷനിൽ റിവേഴ്സ്ഡിന്റെ വാല്യൂ 12 ആയി വന്നിട്ടുണ്ട്. 12 ഇൻറ്റു 10 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 121. റിവേഴ്സ്ഡിന്റെ വാല്യൂ എന്തായി? 121 ആയി. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു? നം ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 10. 1 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവിഷൻ ഇവിടെ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ വൈൽ ലൂപ്പിന്റെ ലാസ്റ്റ് ഐറ്ററേഷൻ കഴിഞ്ഞപ്പോൾ നമ്മിന്റെ വാല്യൂ എന്തായി? 0 ആണ് വരുന്നത്. പിന്നീട് ഈ കണ്ടീഷൻ വർക്ക് ചെയ്യില്ല. കാരണം എന്താ? വൈൽ 0 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ വർക്ക് ചെയ്യൂല്ല. അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലൂപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ലൂപ്പ് കഴിയുന്നതോടുകൂടി റിവേഴ്സ്ഡിന്റെ വാല്യൂ എന്തായിട്ട് മാറി? 121 ആയിട്ട് മാറി. അതുപോലെ നമ്മിന്റെ വാല്യൂ 0 ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് നമ്മൾ ആദ്യം തന്നെ ഒറിജിനൽ എന്ന വേരിയബിളിലേക്ക് 121 എടുത്തു വെച്ചെന്ന് മനസ്സിലായോ? കാരണം വൈൽ ലൂപ്പ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റിവേഴ്സ്ഡിന്റെ വാല്യൂ നമുക്ക് കിട്ടി, നമ്മിന്റെ വാല്യൂ വേറൊരു വാല്യൂ ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ആക്ച്വൽ നമ്പർ ആയതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നമ്മിൽ ഉള്ള വാല്യൂവിനെ നമ്മളൊരു മറ്റൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്തത്. ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഇവിടെ ഞാൻ ഒറിജിനൽ എന്നാണ് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇഫ് ഒറിജിനൽ ഈക്വൽ ടു റിവേഴ്സ്ഡ്, നമ്മുടെ 121 ഈക്വൽ ടു റിവേഴ്സ്ഡ് ആണോ? റിവേഴ്സ് ചെയ്ത് കിട്ടിയ നമ്പർ ആണെങ്കിൽ എന്താ പറയാ? സിഔട്ട് പാലിൻഡ്രോം. ഇതൊരു പാലിൻഡ്രോം ആണ്. അല്ല എങ്കിൽ എന്താ പറയാ? സിഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നോട്ട് എ പാലിൻഡ്രോം. റിട്ടേൺ 0, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ലോജിക്ക്. വളരെ ഈസിയാണ്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീണ്ടും വീഡിയോസ് തന്നെ റിവൈൻഡ് ചെയ്ത് കാണുക. നിങ്ങൾ തന്നെ ഇതുപോലൊരു നമ്പർ ഇട്ട് വൈൽ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലാകുന്നതാണ്. പിന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരാവുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ സ്കൂളിൽ എന്തായാലും ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഓരോ സ്കൂളിലും ഡേറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് അടുത്ത വീഡിയോസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിനെ കുറിച്ച് ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്